നമസ്കാരം. അപ്പോൾ ബിഗ് ബോസ് സീസൺ 6 അവസാനിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ യൂട്യൂബേഴ്സിനെ അത് അവസാനിച്ചിട്ടില്ല. ഇനിയും ഒത്തിരി കണ്ടന്റ്സ് വരുന്നുണ്ട്. കാരണം നിലവിൽ ബിഗ് ബോസ് സീസൺ 6 ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ ആദ്യം മുതൽ അവസാനം വരെ ക്രൂശിക്കുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടിരുന്നത്. തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി തന്നെ ഈ ഒരു കപ്പടിക്കും 100 വോൾട്ടേജ് നമുക്ക് മനസ്സിലാക്കിയതാണ്. പ്രേക്ഷകരുടെ ഓരോ പ്രതികരണങ്ങളും കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ജിൻഡോനോട് എന്തോരം ഇഷ്ടമുണ്ടെന്നും അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആത്മാർത്ഥമായ ഗെയിമിനെ എങ്ങനെയാണ് പ്രേക്ഷകർ സ്വീകരിച്ചതെന്നും നമുക്ക് നേരിൽ കാണാൻ സാധിച്ചതാണ്. അദ്ദേഹം ഈ ഒരു കപ്പടിച്ചതിന് ശേഷവും, അതായത് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷവും ഇപ്പോഴും മീഡിയകളിൽ ഉപദ്രവകരമായ രീതിയിലുള്ള ഒത്തിരി സംഭാഷണങ്ങൾ, ഒത്തിരി വീഡിയോകൾ പ്രചരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ മോശമായ രീതിയിലാണ് ഇപ്പോഴും അദ്ദേഹത്തോട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ചുളിവിലാണ് ആ കപ്പ് അടിച്ചെടുത്തതെന്നും അദ്ദേഹം PR-മാർ വഴി കളിച്ചിട്ടാണ് ആ ഒരു കപ്പ് കയ്യിൽ പിടിച്ചതെന്നും ഒക്കെ പറഞ്ഞ് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ നേരിൽ കണ്ടതാണ് അദ്ദേഹത്തിന്റെ വളരെ സത്യസന്ധമായ രീതിയിലുള്ള ഗെയിം. എത്ര തന്നെ പ്രമോക്ക് ചെയ്താലും അദ്ദേഹത്തിന്റെ ക്ഷമയാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് നമുക്ക് കണ്ടിരിക്കുന്നത്, നേരിട്ട് കണ്ടിരിക്കുന്നത്. ആ ഒരു ക്ഷമയുടെ ഒരു എന്താ പറയുക, ആഴത്തിലുള്ള അത്രയും ക്ഷമ അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു അദ്ദേഹം ഫസ്റ്റ് കപ്പടിക്കാനുള്ള ഒരേ ഒരു കാരണം ക്ഷമയാണ്. അദ്ദേഹത്തിന് കപ്പടിക്കാനുള്ള ഒരേ ഒരു വാല്യുബിൾ ആയിട്ടുള്ള കാരണം. ഇന്നലെ തിയേറ്ററിൽ റെസ്പോൺസിന് പോയപ്പോൾ ജിൻഡോ എന്ന് പറയുന്ന ആ ഒരു സുഹൃത്തിന്റെ ആരാധകൻ എന്ന് വേണമെങ്കിൽ പറയാം, ആ ആരാധകൻ ജിൻഡോനെ കുറിച്ച് പറയുന്ന കുറച്ച് വാക്കുകൾ കേട്ടായിരുന്നു. അത് നമുക്ക് കേട്ടു നോക്കാം. നമസ്കാരം. അപ്പോൾ നമ്മൾ ബിഗ് ബോസ് സീസൺ 6, ബിഗ് ബോസ് സീസൺ 6 അതിൽ ജിൻഡോ കപ്പടിച്ചവരെല്ലാവരും അറിഞ്ഞാണ്. അപ്പോൾ ഈ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയെ അടിച്ചു താത്താനും ചവിട്ടിത്താത്താനും തുടങ്ങിയിട്ട് കുറേ നാളുകളായി. അപ്പോൾ അതിനെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് ജിൻഡോയെ സ്നേഹിക്കുന്ന ഒരു നല്ലൊരു പ്രേക്ഷകനെ കണ്ടായിരുന്നു. ആ പ്രേക്ഷകനോട് നമുക്ക് ചോദിക്കാം അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം എന്താണ്. നമസ്കാരമുണ്ട്. അപ്പോൾ ഈ ജിൻഡോ ആ ഒരു വ്യക്തിയിലെ ആ വ്യക്തിയെക്കുറിച്ച് വളരെയധികം മോശമായ അഭിപ്രായങ്ങളും അടിച്ചുതാത്തലുകളും ചവിട്ടിത്താത്തലുകളും കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ചേട്ടന് പറയാനുള്ളത്? ജിൻഡോ എന്ന വ്യക്തിയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ജിൻഡോ എന്ന വ്യക്തി കാരണം ബിഗ് ബോസ് എന്ന ഇതിൽ ഒരു വളരെ മാന്യമായി പെരുമാറുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത്. പിന്നെ നമ്മൾ ഇപ്പോൾ പലരുടെ സ്വഭാവം നമുക്ക് ആരുടെയും സ്വഭാവം ശരിയാക്കാൻ പറ്റില്ല. പക്ഷേ ജിൻഡോ എന്ന വ്യക്തി വളരെ ക്ഷമാശീലൻ, എനിക്ക് കണ്ടിട്ട് അതാണ് തോന്നിയത്. കാരണം അദ്ദേഹം ക്ഷമാശീലം ഉള്ളതെന്ന് പറയാനുള്ള കാരണം അദ്ദേഹം ഒരുപാട് പേരെ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എൻ്റെ അറിവിൽ. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് മനുഷ്യരുടെ സ്വഭാവം അറിയാം. അതുകൊണ്ട് അദ്ദേഹം ആ മനുഷ്യരുടെ സ്വഭാവത്തിനനുസരിച്ച് പ്രതികരിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം ഒരു നല്ലൊരു എന്താ പറഞ്ഞത്, ഒരു ഉപദേശിയും നല്ലൊരു ട്രെയിനറും കൂടിയാണ്. ശരിക്കും ബിഗ് ബോസിലെ ഏറ്റവും നല്ലൊരു കണ്ടസ്റ്റന്റ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് വളരെ മോശമായ രീതിയിലുള്ള ഒത്തിരി നെഗറ്റീവുകളാണ് അത് ഫാൻസുകാരാണോ, അദ്ദേഹത്തിന് എതിരുള്ള ഫാൻസുകാരാണോ ചെയ്യുന്നത്? അത് നെഗറ്റീവ് ഇപ്പോൾ ഏത് ഫാൻസിനാണ് ഇവിടെ ഇല്ലാത്ത ഏതൊരു എന്തെങ്കിലും ആവട്ടെ, സിനിമാ മേഖലയായിട്ട്, ഫുട്ബോൾ കളി മേഖലയായിട്ട്, സ്പോർട്സ് എന്ത് മേഖലയിലാണെങ്കിലും ആളുകളെ ചവിട്ടി താഴ്ത്താൻ വേണ്ടി കുറേ പേര് നടക്കുന്നുണ്ട്. പക്ഷേ അവരുടെ അനുഭവം എന്താണെന്നുള്ള അവർക്ക് തന്നെ അറിയാമല്ലോ, അവരുടെ സ്വഭാവം എന്താണെന്നുള്ളത്. പക്ഷേ ജിൻഡോ എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ അത് നമ്മളൊരു വായിച്ചറിവുണ്ട്, തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും എന്നുള്ളൊരു വാചകമുണ്ട്. അത് തന്നെയാണ് അദ്ദേഹം. കാരണം അദ്ദേഹം ആരോട് പൊക്കി പറയാറുമില്ല, ഒന്നുമില്ല. എന്തായാലും നല്ലൊരു ഇതാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു കോമ്പറ്റീഷൻ പരിപാടി അദ്ദേഹം വളരെ മാന്യമായിട്ട് ചെയ്തതായിട്ട് എൻ്റെ അറിവ്. അദ്ദേഹത്തിന് അർഹതപ്പെട്ട ഒരു കപ്പ് തന്നെയാണ് അദ്ദേഹത്തിന് കൊടുത്തത്. അത് ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തന്നെ കൊടുത്തു. ഈ ഒരു പ്രേക്ഷകന്റെ പ്രതികരണം കൂടി കേട്ടപ്പോൾ ഒന്ന് പറയാനുള്ളത്, ഒട്ടും തന്നെ അഹങ്കാരമില്ലാത്ത ഒരു നല്ല ഗെയിമറാണ് ജിൻഡോ. ശരിക്കും ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം തുടക്കത്തിൽ മുതൽ തന്നെ അദ്ദേഹത്തിന് ചവിട്ടിത്താത്തലുകളും മോശമായ രീതിയിലുള്ള അഭിപ്രായങ്ങളും വളർന്നു വരുന്നത് നമ്മൾ നേരിട്ട് കണ്ടതാണ്. അത് കണ്ട എല്ലാ പ്രേക്ഷകരും കണ്ടാണല്ലോ. പിന്നെ ഇനി ഇതിനെ കുറിച്ച് നമ്മൾ ഒന്നും പറയാനില്ല, കാരണം എല്ലാവരും കണ്ടാണ് ഓരോരുത്തർ അദ്ദേഹത്തെ പറയുന്നതും. അത് നമ്മളിപ്പോൾ ഈ പറഞ്ഞവരെ കുറിച്ചൊന്നും മോശമായിട്ടൊന്നും ചിത്രീകരിക്കണമല്ല. എന്തായാലും ഒരു മത്സരം എന്ന് വളരെ നല്ലൊരു ഗെയിം നല്ലൊരു മാന്യമായ രീതിയിലുള്ള ഗെയിമാണ് മാന്യമായിട്ടുള്ളൊരു ബിഗ് ബോസ് ഹൗസിൽ കളിച്ചത്. അതെ, നല്ല മാന്യമായിട്ടുള്ളൊരു ഗെയിം തന്നെ. പലർക്കും എന്ത് ഇതാണെങ്കിലും പല അഭിപ്രായം ഉണ്ടാവും. ഒരു വീട്ടിൽ തന്നെ പല അഭിപ്രായമില്ലേ. അതേപോലെ എന്തായാലും ജിൻഡോ എന്ന വ്യക്തി നമുക്ക് എറണാകുളം ജില്ലക്ക് ഒരു അഭിമാനം എന്ന് തന്നെ പറയാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പെരുമാറ്റം അങ്കമാലിക്കാരൻ്റെ ആയിട്ടുള്ള ഒരു അച്ചടക്കത്തോടും വിനയത്തോടും കൂടി ആ പരിപാടി അതിമനോഹരമായി അങ്ങറ്റം വരെ നിന്ന് അദ്ദേഹത്തിന് ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അർഹതപ്പെട്ട സ്ഥാനം. ശരിക്കും കപ്പടിച്ചതിന് ഒരു അഹങ്കാരമില്ല. കാരണം ഞാൻ ഇന്നലെ അദ്ദേഹത്തിനെ ഇവിടെ വെച്ച് നേരിട്ട് കണ്ടു. നമ്മുടെ ഇപ്പൊ പുതിയതായിട്ട് തുടങ്ങിയ മാളുണ്ടല്ലോ, നമ്മുടെ മരടില്ലി,
അവിടെ വെച്ച് കണ്ട് അദ്ദേഹം സിനിമ കാണാൻ വേണ്ടി ഫിലിം കാണാൻ വേണ്ടി വന്നതാണ്, ഞാനും പോയിരുന്നതാണ്. അവിടെ വെച്ച് കണ്ടു അദ്ദേഹത്തിന്. ഞാൻ പെട്ടെന്നാണ് കണ്ടത്. അദ്ദേഹമായിട്ട് ഫോട്ടോ എടുക്കുകയും ചെയ്തു. എന്ത് എല്ലാവർക്കും ഫോട്ടോ. അദ്ദേഹം ഇപ്പോഴും പറയുന്നുണ്ട് ഞാൻ ആ പഴയ ജിൻഡോ തന്നെയാണ്, എനിക്ക് കപ്പ് കിട്ടി എന്നുള്ള വ്യത്യാസം മാത്രമേ. ഒരു ഭാവം ഒരു അഹങ്കാരമോ ഒന്നുമില്ലാത്ത ഒരു പാവം ജിൻഡോ, അത്ര വേണം നമുക്ക് പറയാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിന് ഒട്ടും തന്നെ തെറ്റിയിട്ടില്ല കപ്പ് കൊടുത്ത ആൾക്ക് അല്ലേ. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അവരെന്തോരം പരീക്ഷണങ്ങൾ നടത്തിയാണ് ഈ സമ്മാനം കൊടുക്കുന്നത്. ഈ ഒരു കപ്പടിച്ചതിന് ശേഷം കൂടെ നിന്ന ഓരോ കണ്ടസ്റ്റന്റ് വരെയും വാക്ക് മാറ്റി സംസാരിച്ചിരിക്കുകയാണ്. ജിൻഡോ PRAമാരെ വെച്ച് കളിച്ചു, അതിനോടൊപ്പം തന്നെ ഊടായ്പിലൂടെ കപ്പ് വാങ്ങിയെടുത്തു. ഈ ഒരു കപ്പ് ജിൻഡോന് കിട്ടേണ്ടതല്ല എന്ന് തീർത്തും നേരിട്ട് തന്നെ മീഡിയകളിൽ സംസാരിച്ചിരിക്കുകയാണ്. ഒത്തിരി ഇതിനകത്ത് ഉണ്ടായിരുന്ന ഒത്തിരി കണ്ടസ്റ്റൻസ്, അവരുടെ പേരൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല. തീർച്ചയായിട്ടും വളരെ മോശമായ രീതിയിലുള്ള സംഭാഷണമാണ്. ഒരുപാട് ജഡ്ജസ് ഉണ്ട് ഇതിന്റെ പുറകിലൊക്കെ. കാരണം നമ്മൾ TV-യിൽ കാണുക എന്താണെങ്കിലും അതിന് ഒരുപാട് ജഡ്ജസ് ഉണ്ട് അതിന്റെ പിന്നിൽ. എന്നാലും ഒത്തിരി കണ്ടസ്റ്റൻസ്, അതായത് ഇതിനകത്ത് ഗെയിം ചെയ്ത ഒത്തിരി കണ്ടസ്റ്റൻസ് വളരെ മോശമായ രീതിയിലാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് അസൂയാണോ അവരുടെ? അതിപ്പോ നമുക്ക് ഓരോരുത്തരുടെ സ്വഭാവത്തിന് ഞാനൊന്നും പറയുന്നില്ല. കാരണം എന്തായാലും ഇത് കണ്ട് ജിൻഡോ എന്ന വ്യക്തി നല്ലൊരു മാന്യമായിട്ട് പെരുമാറി. അദ്ദേഹത്തിന് ഇപ്പൊ വീണ്ടും ഞാൻ പറയുന്നു, അദ്ദേഹത്തിന് ദൈവം അറിഞ്ഞുകൊണ്ട് നല്ലൊരു അർഹതപ്പെട്ട സ്ഥാനം തന്നെ കൊടുത്ത് അദ്ദേഹത്തിന് സിനിമയിലേക്ക് ഒരു അവസരം ലഭിച്ചു എന്ന് പറഞ്ഞാൽ ശരിയാണോ? ന്യൂസ് കേട്ടിരുന്ന് ഇനി സിനിമയിൽ വരട്ടെ, അത് നമുക്ക് പറയാൻ പറ്റില്ല. അത് അദ്ദേഹമാണല്ലോ അഭിനയിക്കേണ്ടത്. തീർച്ചയായിട്ടും നല്ലൊരു കഥാപാത്രം ചെയ്യാനുള്ള കഴിവ് ഉണ്ട് എന്ന് തെളിയിച്ചു കഴിഞ്ഞു അല്ലെ. തീർച്ചയായിട്ടും ഉണ്ട്. ഈ 100 ദിവസം നമ്മുടെ മുന്നിൽ കണ്ടിരുന്നത് ഒരു ശരിക്കും നല്ലൊരു അഭിനേതാവാണെന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും മനസ്സിലാക്കാം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കപ്പ് കിട്ടിയത്. അദ്ദേഹത്തിന്റെ ക്ഷമയുടെ ഒരു ആഴമുണ്ടല്ലോ, അത് ഒന്നും പറയാനില്ല. ക്ഷമാശീലനും ശാന്തശീലൻ എന്ന് പറഞ്ഞ് നമുക്ക് അദ്ദേഹത്തിന് ഒരു മാർക്ക് കൊടുക്കാം. ഒറ്റയടിക്ക് പറയുന്നതിന് വളരെ മാന്യമായ രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് അർഹതപ്പെട്ട സ്ഥാനം ദൈവം കൊടുത്ത് എന്ന് ഞാൻ പറഞ്ഞു. അതായത് പ്രപഞ്ച സൃഷ്ടാവ് അദ്ദേഹത്തിന് അർഹതപ്പെട്ട സ്ഥാനം കൊടുത്ത്. എന്തായാലും ജിൻഡോയ്ക്കും ഇതിൽ അഭിനയിച്ച എല്ലാവർക്കും, അഭിനയമുള്ള എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ നേരുന്നു.